ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ടൂർ പോവാണ്. ഇപ്പോൾ പൂജയുടെ ലീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയും ലീവാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കുക ഗായ്സ്, ആ ഒരു വര കണ്ടോ? ഓക്കെ, എന്തുവരെയാണോ പോലെ. അപ്പോൾ ഇന്ന് നമ്മൾ എവിടേക്കാണ് പോണേന്ന് ഇപ്പോഴും കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടില്ല. തെങ്കാശി ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഉള്ളത് ഇവിടെ അതിരപ്പള്ളിയോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ആട്ടോ. അപ്പോൾ 1 ഡേ ട്രിപ്പായിരിക്കും മിക്കവാറും. അപ്പോൾ ഇന്ന് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ച് വരുന്ന പോലുള്ള ട്രിപ്പായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 5:30 ഇറങ്ങണം വിചാരിച്ചിട്ട് ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം പോയി റെഡി ആയിട്ട് നമ്മളൊരു 7 മണിക്കുള്ളിലേക്ക് ഇറങ്ങണം എന്നാണ് ഇപ്പോഴത്തെ കറൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇനി റെഡി ആവട്ടെ. സാധനങ്ങളൊക്കെ ഒരുവിധം എല്ലാം ഒരുക്കി കഴിഞ്ഞു കേട്ടോ. അവർ വേഗം പോയി റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങാം. ഇത് നോക്കട്ടെ, ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയണേ. 7 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും എല്ലാവരും കൂടി ഒരുങ്ങിയിട്ട് വന്നപ്പോഴേക്കും സമയം 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ ഗേറ്റൊക്കെ അടയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അമ്മ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്, നല്ല ജീൻസും ടോപ്പൊക്കെ ഇട്ട് കുട്ടപ്പയായിട്ട് അടിക്കുന്നുണ്ട്. അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അനിയൻ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനും അനിയൻ തമ്മിൽ എന്നും ഫ്രണ്ട്സിന് വേണ്ടി അടിയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഗുരുവായൂർ ഇപ്പോൾ ട്രിപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വിശക്കുന്ന അറിയാവുന്നതുകൊണ്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ചെറുതായെന്ന് വിശന്ന് തുടങ്ങി. വയറ്റിലൊരു ഗുളുഗുളു എന്നുള്ള സൗണ്ടൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ വാങ്ങിച്ച മുറുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ 2 ബോട്ടിൽ പാലിരിപ്പുണ്ടായിരുന്നു. എന്തായാലും വരുമ്പോഴേക്കും കേടായി പോകണ്ടാന്ന് കരുതിയിട്ട് ഞാനത് ചായ ഉണ്ടാക്കി ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്തിയിട്ട് കുടിക്കാമല്ലോ. അങ്ങനെ ഇടയിൽ വെച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് അച്ഛനും അനിയനെ കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ ബാക്കിലായതുകൊണ്ട് തന്നെ എപ്പോൾ വേണേലും മെല്ലെ മെല്ലെ കുടിച്ചാൽ മതിയില്ല. അങ്ങനെ ചായ കുടിച്ചു. ഒരു 10-10:30 ഒരു എറണാകുളമൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് തോന്നും കേട്ടോ. ഈ ഒരു ഊട്ടുപുര എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഞാൻ അവിടുത്തെ സ്പെഷ്യൽ മസാല ദോശ കേട്ടോ വാങ്ങിയത്. അച്ഛൻ പിന്നെ ഇഡ്ഡലിയും, അമ്മ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു പൊടി ഇഡ്ഡലിയാണ് വാങ്ങിയത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. തിരിച്ച് പോകണ വഴി വീണ്ടും ചെറി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ചെറി ഭയങ്കര ഇഷ്ടമാണ്. തലേദിവസം വാങ്ങിയതാട്ടോ. അങ്ങനെ അത് കഴിച്ച് ചേർത്ത് 1:30-2 മണിയായപ്പോൾ നമ്മൾ ആലപ്പുഴയൊക്കെ കഴിഞ്ഞ സമയത്ത് മിനി കൽപ്പകവാടി എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കേട്ടോ. നല്ല ഒരു പാടത്തിൻ്റെ സൈഡിലൊക്കെ അടിപൊളി വൈബുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ നമ്മൾ ഈ ടെൻറ്റ് കെട്ടിയ പോലത്തെ സ്ഥലത്ത് കഴിക്കാൻ സ്ഥലമുണ്ടോ നോക്കി. പക്ഷേ അവിടെയൊക്കെ ഓൾറെഡി ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഫാമിലി റെസ്റ്റോറൻറ്റ് ഉണ്ടോ ഉള്ളിൽ, അവിടേക്ക് കയറ്റി. അപ്പോൾ ഇത് വരാൽ തന്നെ ഈ മീൻ പറയാൻ തോന്നുന്നു, ഓരോ സ്ഥലത്ത് ഓരോ പേര്. അപ്പോൾ ആ മീൻ ഇങ്ങനെ ജീവനോട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ചട്ടിച്ചോറുണ്ടായിരുന്നു, പിന്നെ നമ്മൾ കരിമീൻ പൊള്ളിച്ചത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, മൊയിലിറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചൂട ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ സ്ക്വിഡ് റോസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിമീൻ പൊള്ളിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിക്കണം തോന്നി വാങ്ങിച്ചതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മൊയിലിറച്ചി എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. വലിയ പീസുകളായിരുന്നു കേട്ടോ. മീൻകറി പറഞ്ഞെങ്കിലും ഫുൾ മീൻ ഇട്ടിട്ട് അവർ തരും നമ്മൾ വിചാരിച്ചില്ല. കുഞ്ഞു പീസുള്ള മീൻകറി ആയിരിക്കും കേട്ടോ വിചാരിച്ചില്ല. അച്ഛന് ഈ മുളകിട്ട മീൻകറി ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് മീൻകറി വാങ്ങിയതാണ്. പക്ഷെ നമ്മളൊരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു, അത്രയും പറയാം കേട്ടോ. പിന്നെ ചൂട ഫ്രൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഓവറോൾ ഫുഡ് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ആവറേജിൽ 10 പറയുകയാണെങ്കിൽ ഒരു 7.5 അങ്ങനെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങണ വഴി അതൊരു പന്തളം ആ ഒരു സ്ഥലത്തെപ്പോഴാണ് തോന്നുട്ടോ. ഇങ്ങനെ റാലി കണ്ടു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്പോട്ടിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോണ വഴിക്കായിരുന്നു തെന്മല ഡാം ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും നമ്മൾ ആ റൂട്ടിൽ കൂടിയല്ലേ പോകണ്ട. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആ ട്രിപ്പിൻ്റെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് തെന്മല ഡാം ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടോ. ഒരു 5:45-6 ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ. നമുക്ക് എന്തായാലും ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു മണിക്കൂറോളൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ചായ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം ചിൽ ഔട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ റൂഫ് ടോപ്പിൽ ഇങ്ങനെ മുകളിൽ കയറിയിട്ട് ആ ഒരു വ്യൂ കാണാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സൺസെറ്റും പിന്നെ കുറേ മലനിരകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി ചായയും പിന്നെ ലൈറ്റായിട്ട് സ്നാക്കൊക്കെ കഴിച്ചു കേട്ടോ. അനിയൻ ഐസ്ക്രീമാണ് കഴിച്ചത്. എനിക്ക് തൊണ്ടവേദനയായതുകൊണ്ട് തന്നെ ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ നേരെ ഡാമിൻ്റെ അവിടോട്ട് നടന്നു കേട്ടോ. നല്ല കുത്തനെയുള്ള ഒരു ഇറക്കമായിരുന്നു. അപ്പോൾ അത് ഇറങ്ങുമ്പോൾ തന്നെ പകുതി വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അവിടെ എത്തി. നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. കണ്ടില്ല, അവിടെ നല്ല സൂര്യരശ്മികളൊക്കെ കാണിച്ചിട്ട് നല്ല ഇങ്ങനെ മഴയും പിന്നെ ആ ഡാമിൻ്റെ ആ ഒരു ഏരിയയും പിന്നെ വെള്ളം ഒഴുകുന്നതും എല്ലാം കൂടി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ കുറേ നേരം അങ്ങനെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം തിരിച്ച് കയറി കേട്ടോ. തിരിച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറങ്ങാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ജിമ്മിന് പോകുന്നത് ഇവിടെ വന്നിട്ട് ഒരു 1-2 വട്ടം ഈ താഴോട്ട് ഇറങ്ങി മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് ബേൺ ചെയ്യേണ്ട കലോറി ഉണ്ടല്ലോ, അതെന്തായാലും നമുക്ക് ഇവിടെ കുറഞ്ഞു കിട്ടും കേട്ടോ. കുറേ വയസ്സായവരൊക്കെ ഇങ്ങനെ ഇറങ്ങി കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ അത്ഭുതമായിരുന്നു, ഇവരൊക്കെ എങ്ങനെയാണ് അത്രയും വയസ്സായിട്ടും കാരണം. പക്ഷേ ഇപ്പോഴത്തെ പ്രായമുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുപ്പക്കാർക്കാട്ടോ ഭയങ്കര കാലുവേദനയും മുട്ടുവേദനയും നടുവേദനയൊക്കെ ഉള്ളത്.
അങ്ങനെ എന്തായാലും നമ്മളിതാ അവിടെ നിന്നൊക്കെ ഇറങ്ങി കാറിൻ്റെ അവിടോട്ട് നടക്കാം കേട്ടോ. കാറ് പാർക്ക് ചെയ്തോടത്തേക്ക് ഒരു 4-5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി വീണ്ടും നമ്മുടെ തെങ്കാശിയിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പോഴത്തേക്കും നേരം അത്യാവശ്യം ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തെങ്കാശി എത്തിയപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ അച്ഛൻ്റെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു അണ്ണൻ ഉണ്ട്, ഇസിക്കി അണ്ണനാണ് കേട്ടോ. അപ്പോൾ ഇസിക്കി അണ്ണനാണ് നമ്മൾ എപ്പോൾ തെങ്കാശി പോയാലും നമുക്ക് വഴിക്കാട്ടിയായിട്ട് കൂടി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രീൻ ഗാർഡൻ റിസോർട്ട് എന്നാട്ടോ റിസോർട്ടിൻ്റെ പേര്. എങ്ങനെയാണ് എന്താണെന്നും നമുക്കൊരു ഊഹൂല. അഗോഡ ആപ്പ് വഴിയാട്ടോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് ആ റിസോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് ആശ്വാസമായിട്ടോ, കാരണം അത്യാവശ്യം നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ കയറിയിട്ട് അവർ കൺസ്ട്രക്ഷൻ കുറേ എണ്ണത്തിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നല്ല അടിപൊളിയായിരുന്നു. അത്യാവശ്യം റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂം ടൂർ ഞാൻ കാണിച്ചില്ല കേട്ടോ. പോയുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ്നപ്പ് ആയതിനു ശേഷം നേരെ ഓടിയത് കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കാട്ടോ. അപ്പോൾ നമ്മൾ തെങ്കാശി പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാന്നുള്ളതാണ്. ഈ വെള്ളച്ചാട്ടത്തിന് ഭയങ്കര മെഡിസിനൽ പവർ ഉണ്ടെന്ന് കേട്ടോ പറയാം. ഡയറക്റ്റ് ആ മലമുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല മരുന്നിൻ്റെ ഗുണമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ കുളിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആട്ടോ വെള്ളച്ചാട്ടത്തിന് താഴെ നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 10-20 മിനിറ്റ് നന്നായി പോയി കുളിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇതാ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പം എന്താ പറയുക, നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറേ ഇവിടെ വന്ന് കുളിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ വരുമ്പോൾ കസിൻസും അങ്ങനെ എല്ലാവരും കേട്ട് അടിപൊളിയായിരുന്നു. അന്നും മീസൊക്കെയാണ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. അങ്ങനെ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല ഒഴുക്കുണ്ടാവും. ആ സമയത്ത് ഇവരെ അങ്ങനെ കുളിക്കാൻ ആരും അലോ ഒന്നും ചെയ്യില്ല കേട്ടോ. ആ സമയത്ത് കുറേ അപകടങ്ങളൊക്കെ ഉണ്ടാവാറെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങണ വഴി അച്ഛൻ്റെ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിന്ന ഒരു അണ്ണൻ തന്നെയാട്ടോ. ഈ അണ്ണന് ഭയങ്കര സ്നേഹം. അപ്പോൾ നമ്മളോട് ചായ വേണോ, പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് അത് അവിടെ ആ അണ്ണ അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നു കേട്ടോ, അത് വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളൊന്നും വേണ്ട പറഞ്ഞപ്പോൾ എന്നാലും ഇത് കഴിക്കുന്ന വേണ്ടി നമ്മൾ നിർബന്ധിച്ച് മാങ്ങ ഉപ്പിലിട്ടൊരു കപ്പ് തന്നു. പിന്നെ അതേപോലെ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, ഈശ്വര എന്തൊരു സ്നേഹമാണ് ഇവർക്കെന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇതാണ് ഇസക്കിയാണ്. ഞാൻ കവർ കയ്യിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വേണ്ട ഞാൻ തന്നെ പിടിച്ചോളാം വേണ്ടി ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നത് 5 falls ആട്ടോ. നമുക്ക് പോയി നോക്കി നോക്കാം. അടുത്ത വെള്ളച്ചാട്ടം ഇവിടുത്തെ ഈ 5 falls, അതായത് 5 ഡയറക്ഷനിലും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചും തിരക്ക് കുറവായിരുന്നു കേട്ടോ. അത് നമുക്ക് ഒന്നുകൂടി അങ്ങനെ ഈസിയിൽ കുളിക്കാൻ പറ്റി. മറ്റേനെയും കാട്ടി അടിപൊളിയായിരുന്നു. ഇത് തിരക്കും കുറവാണ്, നന്നായി കുളിക്കാനും പറ്റി. ഇനി നമ്മൾ നേരെ നമ്മൾ ഇത് നേരെ ഫുഡ് കഴിക്കാൻ പോകട്ടെ. ചിലപ്പോൾ തുടങ്ങുമായിരിക്കും തോന്നുന്നു. നമ്മൾ നേരെ പൊറോട്ട ബൈയുടെ കടയിൽ പോയി ഫുഡ് കഴിക്കാൻ പോകും. ഇവിടെ വന്നതിന് ഞങ്ങൾ മിസ് ചെയ്യാത്തൊരു ഫുഡ് സ്പോട്ടാട്ടോ പൊറോട്ട ബായുടെ കട. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടും കൂടിയാണ്. ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പാർസൽ വാങ്ങിയിട്ട് റിസോർട്ടിൽ പോയിരുന്ന് കഴിക്കാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടു. ചിക്കനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാട ഫ്രൈ ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫുഡൊക്കെ കവറിലാക്കി വാങ്ങി ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോയി. ഇതാട്ടോ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ. ഈവനിങ് വ്യൂ ഒന്നും കൂടി രസമാട്ടോ, കാരണം ഒരു മൗണ്ടെയിൻ പോലത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്, പാടം പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെയറൊക്കെ ഇട്ടിട്ട് കോഫി കുടിച്ച് ഒരു 6 മണി നേരത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല വൈബായിരിക്കും. അങ്ങനെ നമ്മൾ റൂമിലെത്തിയതിനു ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ ഫുഡ് അടിക്കാനിരുന്നു കേട്ടോ. പൊറോട്ടയും പിന്നെ ഒരു തിക്ക് ഗ്രേവിയാണ് കേട്ടോ. ഇവിടുത്തെ ഗ്രേവി ഭയങ്കര സ്പെഷ്യലാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഗ്രേവി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ കൂടെ ആ കാട ഫ്രൈയും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ പൊറോട്ട ഞാനങ്ങനെ ഒത്തിരി കഴിക്കില്ല, അത് ഭയങ്കര കുഞ്ഞു പൊറോട്ട കേട്ടോ, പക്ഷെ ഭയങ്കര കട്ടിണ്ടായിരുന്നു. അതുകൊണ്ട് 1.5 പൊറോട്ടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുഡ് കഴിച്ച ശേഷം ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് വന്നിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നാളെ